UDFിൻ്റെ പ്രതിനിധി പറഞ്ഞു, ഇവിടെ വർഗീയതയാണ്, മതമാണ് ഇടതുപക്ഷം പറയുന്നത്, വികസനം ചർച്ച ചെയ്യാനില്ല എന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ആരാണ് മതത്തെക്കുറിച്ച് പറഞ്ഞത്, ആരാണ് വർഗീയത പറഞ്ഞത്? ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിൽ നടപ്പിലാക്കിയ വികസനമാണ്. ഒന്നാം പിണറായി ഗവൺമെൻറ് വീണ്ടും രണ്ടാമത് അധികാരത്തിൽ വന്നത് ഈ കേരളത്തിൽ നടപ്പിലാക്കിയ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് UDFിൻ്റെ അന്നത്തെ നേതാവ് സുധാകരനടക്കം അവരുടെ കമ്മിറ്റികളടക്കം ചർച്ച ചെയ്ത് പുറത്തേക്ക് വന്നിട്ടുള്ളതാണ്. വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ നല്ല നട്ടെല്ലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM. മതം പറയുന്നത് ഇപ്പോൾ UDF ആണ്. നമുക്ക് കാണാൻ കഴിയല്ലോ. ഇപ്പോൾ കളമശ്ശേരിയെക്കുറിച്ച് പറഞ്ഞു. കളമശ്ശേരി മണ്ഡലത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. ആ മണ്ഡലത്തിനകത്ത് സഖാവ് P. രാജീവിനെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ ഇടതുപക്ഷം ഒരു ആവേശം കാണിച്ചെങ്കിൽ അവിടെ നടത്താൻ കഴിയുന്ന നടത്തിയ വികസന പ്രവർത്തനങ്ങളും അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമാണ്. ഒരുപാട് കാര്യങ്ങളോട് പറയാനുണ്ട്. ഇവിടെ കത്രിക വെച്ചതും വയറ്റിൽ കുടുങ്ങിയതും ഒക്കെ പറഞ്ഞല്ലോ. ഒറ്റ കാര്യമുള്ളൂ, വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഇവർ കത്രിക വെച്ചതും വയറ്റിൽ കുടുങ്ങിയതേ കാണുന്നുള്ളൂ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയതും അതുപോലെ താലൂക്ക് ആശുപത്രികളാക്കി മാറ്റിയതും മെഡിക്കൽ കോളേജുകളാക്കി മാറ്റിയതും ഇന്ത്യയിൽ ആദ്യമായി അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു ആശുപത്രിക്ക് തുടക്കമിട്ടതും കാണാൻ ഇവർക്ക് നേരമില്ല. പിന്നെ പാലാരിവട്ടം പാലം ചിരിച്ചു നിൽക്കുകയാണ്, ഉയർന്നു നിൽക്കുന്നത് എങ്ങനെയാണ്? അത് UDFിൻ്റെ മഹത്വമല്ല, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്ന് പൊളിച്ച് പണിതതിന് ശേഷമാണ് അങ്ങനെ മഹത്വത്തോടെ നിൽക്കാൻ കഴിയുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് വികസനം ചർച്ച ചെയ്യണമെന്നാണ്. പക്ഷേ ഈ കേരളത്തിൽ വികസനം ചർച്ച ചെയ്യാൻ ആരാ സമ്മതിക്കാത്തത്? UDF അല്ലേ. ഒരു കനകോലി ഇറങ്ങിയിട്ടുണ്ട്, കുറേ നുണകൾ പ്രചരിപ്പിച്ചാൽ വികസനം ചർച്ചയാവില്ല. അതുകൊണ്ട് നിങ്ങൾ നുണകൾ പ്രചരിപ്പിക്കൂ. അങ്ങനെ വികസനം ചർച്ചയാവാതിരിക്കാൻ ഓരോ ദിവസവും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് ഓരോ വിഷയങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാടുണ്ടായ സംഭവം പോലും നമുക്കറിയാലോ. അവിടെ വീട് പണിത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. 100 വീട് കോൺഗ്രസ്, 30 വീട് യൂത്ത് കോൺഗ്രസ് പ്രത്യേക ആപ്പ് പണം പിരിച്ച് ആ പണം എവിടെ പോയി? ഈ ചോദ്യമായിട്ട് ആളുകൾ നടക്കല്ലേ? അതിന് നുണയല്ലേ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വികസനം ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൃത്യമായിട്ട് UDFിനാണ്. ഇവിടെ വർഗീയത പറഞ്ഞ് മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് UDF ആണ്. ഇടതുപക്ഷത്തിന് കൃത്യമായിട്ട് വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള ശേഷിയുണ്ട്. മറ്റാരുണ്ട് LDF അല്ലാതെ?